പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പീഡ് ആൻഡ് ടൈം. സാധാരണയായി എല്ലാ മത്സര പരീക്ഷകളിലും കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തീവണ്ടിയുടെ വേഗത, അതുപോലെ തീവണ്ടി പാലം കിടക്കാനുള്ള വേഗത, സമയം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ സാധാരണയായി ഏതെല്ലാം മോഡലിൽ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വരാറ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള മോഡൽ, എല്ലാ മോഡലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ തീവണ്ടിക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറ്. അത് കിടക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ തീവണ്ടിയുടെ നീളം ഡിവൈഡ് ബൈ തീവണ്ടിയുടെ വേഗത, അത് തമ്മിലുള്ള അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തീവണ്ടിയുടെ നീളം നമുക്ക് മീറ്ററിലാണ് തരും. അതുപോലെ വേഗത എന്ന് പറഞ്ഞാൽ km/h. ഇങ്ങനെ തരികയാണെങ്കിൽ ക്വസ്റ്റ്യന് നമ്മൾ മീറ്ററിലുള്ള ഒരു സംഭവം km/hലുള്ള ഒരു വേഗത നമ്മൾ m/s ആക്കാൻ നമ്മൾ 5/18 കൊണ്ട് ഗുണിക്കണം. km/h m/s ആക്കാൻ നമ്മൾ 5/18 കൊണ്ട് ഗുണിക്കണം. അതുപോലെ m/s km/h ആക്കാൻ നമ്മൾ 18/5 മതി. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ km/h എന്ന് പറഞ്ഞാൽ 5/18 m/s ആണ്. അതുപോലെ 1 m/s എന്ന് പറഞ്ഞാൽ 18/5 km/h ആണ്. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അടുത്തൊരു ടൈപ്പ് നോക്കാം. ഇവിടെ വരുന്നത് ഒരു തീവണ്ടി പാലം കടക്കാൻ വേണ്ട സമയം. ഒരു തീവണ്ടി പാലം കടക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ, അതുപോലെ തീവണ്ടിയുടെ നീളം പ്ലസ് പാലത്തിന്റെ നീളം ഡിവൈഡ് ബൈ തീവണ്ടിയുടെ വേഗത. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ തീവണ്ടി പാലം കിടക്കാൻ ഇത്ര സമയം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് കഴിഞ്ഞിട്ട് ഈ ഓരോ ടൈപ്പും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു തീവണ്ടി അതേ ദിശയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു വസ്തുവിനെ മറികടക്കാൻ വേണ്ടിയ സമയം, അല്ലെങ്കിൽ ഒരു തീവണ്ടി രണ്ട് തീവണ്ടികൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു. ഒരു തീവണ്ടിയുടെ സ്പീഡ് എത്രയാണ്, മറ്റേതിൻ്റെ എത്രയാണ് എന്നിട്ട് നമുക്ക് തരാറുണ്ട്. അപ്പം രണ്ടും മറികടക്കാനുള്ള സമയം എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ L1 + L2. L1 എന്ന് പറഞ്ഞത് ആദ്യത്തെ തീവണ്ടി, L2 എന്ന് പറഞ്ഞത് രണ്ടാമത്തെ തീവണ്ടി അല്ലെങ്കിൽ ആ വസ്തു, ഡിവൈഡ് ബൈ V1. V1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തീവണ്ടിയുടെ വേഗത, V2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തു അല്ലെങ്കിൽ തീവണ്ടിയുടെ വേഗത. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എത്താണ് കിട്ടുന്നതാണ് ആൻസർ. അപ്പോൾ ഇതിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ V1 - V2 ആണ്. അത് V1 + V2 ചെയ്യരുത്. അത് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ മാറും. അപ്പോൾ നമുക്ക് തെറ്റായിരിക്കും. അപ്പോൾ ഇവിടെ L1 + L2 ഡിവൈഡ് ബൈ V1 - V2. ഇനി അതേപോലെ തന്നെ ഒരു തീവണ്ടി വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ പരസ്പരം മറികടക്കാൻ വേണ്ട സമയം, വിപരീത ദിശയിൽ രണ്ടും ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് L1 + L2. L1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ തീവണ്ടി, L2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തീവണ്ടി, ഡിവൈഡ് ബൈ V1 + V2. ഇവിടെ പ്ലസ്സാണ് ചെയ്തത്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇവിടെ പരസ്പരം എതിർ ദിശയിൽ വരുമ്പോൾ നമ്മൾ കൂട്ടുക വേണ്ടത്, മറ്റേത് സെയിം ദിശയിൽ ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്ര സെക്കൻഡാണ് നമുക്ക് കിട്ടും. ആ സെക്കൻഡാണ് വേണ്ട പരസ്പരം
മറികടക്കാൻ വേണ്ട സമയം. ഇനി ഒരു നിശ്ചിത ദൂരം എക്സ് km/h വേഗത്തിലും അതേ ദൂരം y km/h വേഗത്തിലും സഞ്ചരിച്ചാൽ ആകെ യാത്രയുടെ ശരാശരി, നിങ്ങൾക്കറിയാം ഒരേ സ്ഥലത്തേക്ക് രണ്ട് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ശരാശരി എന്ന് പറഞ്ഞാൽ 2xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇതാണ് എൻ്റെ ഇക്വേഷന്. 2xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ km/h ആയിരിക്കും ഇതിൻ്റെ സഞ്ചരിച്ച വേഗത്തിൻ്റെ ശരാശരി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു നിശ്ചിത ദൂരം എക്സ് കിലോമീറ്റർ വേഗത്തിലും അതേ ദൂരം y കിലോമീറ്റർ വേഗത്തിലും അതേ ദൂരം z കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ ആകെ യാത്രയുടെ ശരാശരി വേഗത, ഒരേ സ്ഥലത്ത് തന്നെ 3 വേഗതയിൽ സഞ്ചരിച്ച ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 3xyz ഡിവൈഡ് ബൈ xy പ്ലസ് yz പ്ലസ് zx ചെയ്താൽ നമുക്ക് ഇത് km/h ആയിരിക്കും അതിൻ്റെ ശരാശരി വേഗത. ഇത്ര കിലോമീറ്റർ 3xyz ഡിവൈഡ് ബൈ xy പ്ലസ് yz പ്ലസ് zx എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ആൻസർ. നമുക്ക് ഓരോ ഒന്നിനും മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒരാൾ ബൈക്കിൽ എ എന്ന സ്ഥലത്ത് നിന്നും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേരുന്നു. തിരികെ ബിയിൽ നിന്നും എയിലേക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ എത്തുന്നു. ഈ യാത്രയിൽ ആകെ 3 മണിക്കൂർ എടുത്തു എങ്കിൽ എയും ബിയും തമ്മിലുള്ള അകലം എത്ര? ഇവിടെ ഒരു ചെറിയ ഇക്വേഷൻ ഞാൻ പറയാം. രണ്ട് യാത്രയും കൂടി പി മണിക്കൂർ എടുത്താൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു പി. പി എന്ന് പറഞ്ഞാൽ മണിക്കൂർ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 40 കിലോമീറ്റർ, ബി എന്ന് പറയുന്നത് ഇവിടെ 60 കിലോമീറ്റർ, അതുപോലെ പി എന്ന് പറയുന്നത് 3 മണിക്കൂർ. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. എ ഇൻറ്റു ബി 40 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 40 പ്ലസ് 60 ഇൻറ്റു 3. അത് ചെയ്യുമ്പോൾ ഇവിടെ 40 പ്ലസ് 60 100. 100 നമുക്ക് 2 0 വെട്ടാം. അപ്പോൾ 4 ഇൻറ്റു 6 12 24 ഇൻറ്റു 3 72 കിലോമീറ്റർ. 72 km/h ആണ് ആകെ അവ തമ്മിലുള്ള അകലം. ഒരു എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ 72 കിലോമീറ്റർ ആണ്. ഇതുപോലെ വേറെ ക്വസ്റ്റ്യന്. രാജു വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് മണിക്കൂറിൽ 3 കിലോമീറ്റർ വേഗത്തിൽ നടന്നപ്പോൾ 10 മിനിറ്റ് വൈകി എത്തി. അടുത്ത ദിവസം മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗത്തിൽ നടന്നപ്പോൾ 10 മിനിറ്റ് നേരത്തെ എത്തി. എങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം എത്ര? രണ്ട് വേഗത്തിലാണ് നടന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇക്വേഷൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ xy ഡിവൈഡ് ബൈ y മൈനസ് എക്സ് ഇൻറ്റു ടൈം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആദ്യം സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ആണ്. y എന്ന് പറയുന്നത് ഇവിടെ പിന്നീട് സഞ്ചരിച്ച് 4 കിലോമീറ്റർ. അതുപോലെ ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 മൈനസ് 3 ഇൻറ്റു ഇവിടെ 20 മിനിറ്റ് ആണ്. അപ്പോൾ 20 ഡിവൈഡ് ബൈ 60. ഇത് ചെയ്ത് നോക്കിയാൽ 3 ഇൻറ്റു 4 12 ഡിവൈഡ് ബൈ ഇവിടെ 4 മൈനസ് 1 വരും. ഇവിടെ
ഇത് നമുക്ക് ചെറുതാക്കാം. 1 3 1/3 എന്ന് ചെയ്യാം. ഈ ഒന്നും ക്ലോസ് ചെയ്യാം, ഈ ഒന്നും ക്ലോസ് ചെയ്യാം. 3 12 4 തവണ, അപ്പോൾ 4 കിലോമീറ്റർ പെർ അവർ. 4 കിലോമീറ്ററാണ്, സോറി 4 പെർ അവർ വേണ്ട, 4 കിലോമീറ്ററാണ് അവിടേക്കുള്ള ദൂരം. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 4 കിലോമീറ്ററാണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 9 മണിക്ക് പുറപ്പെട്ട ബസ്സിന്റെ വേഗം മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്. ഇതേ സ്റ്റാൻഡിൽ നിന്നും 10 മിനിറ്റിന് ശേഷം പുറപ്പെട്ട ബസ്സിന്റെ വേഗം മണിക്കൂറിൽ 60 കിലോമീറ്ററാണ്. ഒരേ ദിശയിൽ എത്ര ദൂരം സഞ്ചരിച്ചാലാണ് ഇവ രണ്ടും ഒരുമിച്ച് വരുന്നത്? അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ xy ഡിവൈഡ് ബൈ y മൈനസ് എക്സ് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്നത് 50 ആണ്, y എന്ന് പറയുന്നത് 60, ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്. ചെയ്യുമ്പോൾ 50 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 60 മൈനസ് 50 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 60. മിനിറ്റിലാകൊണ്ടാണ് 10 ഡിവൈഡ് ബൈ 60. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 വരും, ഇവിടെ 1/6. അപ്പോൾ 50 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 1/6. അപ്പോൾ ഈ 10 ഒരു 0 ഇവിടെ വെട്ടിപ്പോവും, ഒന്നും പോയിഞ്ഞ് 50 ഇൻറ്റു ഈ 6 വെട്ടിപ്പോവും. അപ്പോൾ മൊത്തം 50 കിലോമീറ്റർ. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് 50 കിലോമീറ്ററാണ്. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് 10 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചു. ബിയിൽ നിന്നും എയിലേക്ക് 15 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ യാത്രയുടെ ശരാശരി വേഗം? നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി. യാത്രയുടെ ശരാശരി കാണാൻ 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി നമ്മൾ പറഞ്ഞ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 10 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 10 പ്ലസ് 15 25. അപ്പോൾ 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു 15. അപ്പോൾ 5 കൊണ്ട് 5, ഇവിടെ 4 വെട്ടാം. 4 ഇൻറ്റു 15 60 ഡിവൈഡ് ബൈ 5. 12 കിലോമീറ്റർ. 5 6 1 10 2 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ പെർ അവറാണ് ശരാശരി. അത് ആ ഒരു എയിൽ നിന്ന് ബിയിലേക്ക് ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ പെർ അവറാണ്. വേറെ ക്വസ്റ്റ്യന് 140 മീറ്റർ നീളമുള്ള ട്രെയിൻ 72 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ ട്രെയിനിന് വേണ്ട സമയം എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയിനിന്റെ നീളം ഡിവൈഡ് ബൈ വേഗത ആണ് ഒരു ടെലിഫോൺ പോസ്റ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ 140 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. 72 കിലോമീറ്റർ പെർ അവറാണ്. 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 140 മീറ്റർ എന്ന് തന്നുകൊണ്ട് നമ്മൾ 72 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് 5/18 കൊണ്ട് ഗുണിക്കണം. അതിന് പകരം ഇവിടെ 5/18 എഴുതുന്നതിന് പകരം ഇത് ഇങ്ങോട്ട് മാറുമ്പോൾ, ഇത് പൊതുവായിട്ട് മാറുമ്പോൾ ഇവിടെ നേരെ തിരിഞ്ഞു വരും. 18/5.
ഇത് കൺഫ്യൂഷൻ ഇല്ലോല് സൈഡിൽ 72 ഇൻറ്റു 5/18 ചെയ്യാം. അത് ചെയ്യുമ്പോഴും നമുക്ക് 18, 36, 4 ഇൻറ്റു 5 20 വരും, 20 സെക്കൻഡ് വരും. ആ ഒരു ഇത് തന്നെ ഇവിടെ ചെയ്താലും കിട്ടുന്നത്. ഈ 72 140 ഡിവൈഡ് ബൈ 72 ഇൻറ്റു 18/5. അത് നമ്മൾ ചെയ്യുമ്പോൾ 18 ഇവിടെ 4 പ്രാവശ്യം പറഞ്ഞ് 140 5 14 2 പ്രാവശ്യം 40 8 പ്രാവശ്യം. അപ്പോൾ ഇവിടെ വരുന്നത് 28/4. 28/4 എന്ന് പറയുമ്പോൾ 14 7 സെക്കൻഡാണ്. 7 സെക്കൻഡാണ് ആ ട്രെയിനിന് ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ വേണ്ട സമയം. 7 സെക്കൻഡാണ്. ഇവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇപ്പോൾ 140 എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്, അതായത് മീറ്ററാണ്. ആ മീറ്റർ എന്ന് പറയുന്നതിന് കിലോമീറ്റർ പെർ അവറോട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ആൻസർ കിട്ടില്ല. ഇപ്പോൾ കിലോമീറ്റർ പെർ അവർ തന്നിട്ടുള്ള വേഗത നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് 72 മാത്രം ഗുണിക്കുന്നതിന് പകരം നമ്മൾ മൊത്തത്തിൽ ഗുണിക്കാൻ വേണ്ടി അത് നേരെ തിരിച്ചിടും. 18/5 ചെയ്താൽ നമുക്ക് ഇവിടെ 20 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 20 കിട്ടും. ഈ സാധാരണ 72 ഇൻറ്റു 5/18 ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ നേരെ 140 ഡിവൈഡ് ബൈ 72 ഇൻറ്റു 18/5 ചെയ്തത്. അപ്പോഴും നേരെ, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ 7 സെക്കൻഡ് തന്നെ കിട്ടും. വേറെ ക്വസ്റ്റ്യന് 135 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 49 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ട്രെയിനിൻ്റെ എതിർ ദിശയിൽ 5 കിലോമീറ്റർ വേഗത്തിൽ നടക്കുന്ന ഒരാളെ മറികടക്കാൻ എത്ര സമയം എടുക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ് എതിർ ദിശയിൽ ഒരു വസ്തുവാണോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ ആണെങ്കിലും നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ L1 + L2. എതിർ ദിശയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്പീഡുകൾ തമ്മിൽ കൂട്ടുക വേണ്ട, V1 V2. ഇവിടെ L1 എന്ന് പറയുന്നത് നമുക്കറിയാം 135 മീറ്റർ ആണ്. L2 ഇവിടെ ഒരാളാണ്, ആൾക്ക് അതുപോലെ നീളം മീറ്ററിലൊന്നും വന്നില്ല, അപ്പോൾ 0. അതുപോലെ V1 എന്ന് പറയുന്നത് ഇവിടെ L2 വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഒരാളെന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ബേസ് L2 എന്താണെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒരാളാണെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. V1 എന്ന് പറയുന്നത് 49 കിലോമീറ്റർ ആണ് പെർ അവർ. അതുപോലെ V2 എന്ന് പറയുന്നത് 5 കിലോമീറ്റർ പെർ അവർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 135 + 0 ഡിവൈഡ് ബൈ 49 + 5. അപ്പോൾ 135 ഡിവൈഡ് ബൈ 49 5 54 കിലോമീറ്റർ. നമുക്കറിയാം 135 എന്ന് മീറ്റർ ആണ്, 54 എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവറിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ 5/18 ഗുണിക്കണം. അത് നമ്മളിവിടെ മൊത്തത്തിൽ ചെയ്യുമ്പോൾ അത് തിരിച്ച് 18/5 ചെയ്യും. അത് ചെയ്യുമ്പോൾ നമുക്ക് 18 3 വരും. 3 എണ്ണാണ് 54. ഇനി നമുക്ക് 5 കൊണ്ട്, അല്ലെങ്കിൽ 135 ഇൻറ്റു 135 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 15 ചെയ്താൽ മതി. അപ്പോൾ 3 ഇൻറ്റു 5 15. ഇനി 135 15 നമുക്ക് 135 9 സെക്കൻഡ്. 9 സെക്കൻഡാണ് ആ ട്രെയിന് ഒരാളെ സെയിം എതിർ ദിശയിൽ വരുന്ന ഒരാളെ കടന്നു പോകാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 9 സെക്കൻഡാണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് പാതവക്കിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കാൻ 7 സെക്കൻഡ് വേണം എങ്കിൽ 360 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം വേണം? പക്ഷേ ഈ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്കാണ് കൺഫ്യൂഷൻ വരാറ്. അപ്പോൾ 180 മീറ്റർ നീളമുള്ള പാതവക്കിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കാൻ 7 സെക്കൻഡ് വേണം എങ്കിൽ 360 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തീവണ്ടിക്ക്
പാലം മറികടക്കണമെങ്കിൽ ആ ഓടേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ ശരിക്കും 180 പ്ലസ് 360 മീറ്റർ ഓടണം, എന്നാലേ ആ പാലം മറികടക്കാൻ കഴിയുള്ളൂ. മൊത്തം വരുന്ന 540 540 മീറ്റർ ഓടിയാലേ ആ പാലം കിടക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരാളെ മറികടക്കാൻ 150 മീറ്റർ ഓടാൻ 180 മീറ്റർ പോകാൻ 7 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മീറ്റർ ഓടാൻ 107 ഡിവൈഡ് ബൈ 150 ചെയ്താൽ മതി. അപ്പോൾ 540 മീറ്റർ ഓടാൻ 7 ബൈ 180 ഇൻറ്റു 540 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ ഈ 0 വെട്ടാം. 18 54 3 7 ഇൻറ്റു 3 21 സെക്കൻഡ് ഓടിയാൽ 21 സെക്കൻഡാണ് ആ പാലം മറികടക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 21 സെക്കൻഡാണ്. വേറെ ക്വസ്റ്റ്യന് 200 മീറ്റർ നീളമുള്ള തീവണ്ടി മണിക്കൂറിൽ 42 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്നു. അതേ ദിശയിൽ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ഒരാളെ എത്ര സമയം കൊണ്ട് മറികടക്കും? ഇത് സെയിം ദിശയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാം. L1 പ്ലസ് L2 ഡിവൈഡ് ബൈ സെയിം ദിശയാകുമ്പോൾ നമുക്കറിയാം അത് മൈനസ് ചെയ്യേണ്ടത് V1 മൈനസ് V2. L1 എന്ന് പറഞ്ഞാൽ 200, L2 എന്ന് പറഞ്ഞാൽ 6, L2 ഇല്ല. അതുപോലെ V1 എന്ന് 42, V2 6 കിലോമീറ്റർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 200 ഡിവൈഡ് ബൈ ഇവിടെ L1 എന്ന് പറഞ്ഞാൽ 200 L2 എന്ന് പറഞ്ഞാൽ ആളാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ട്രെയിൻ ആണെങ്കിൽ നമുക്ക് ആ ട്രെയിനിൻ്റെ നീളം കൊടുക്കണം. അപ്പോൾ ഇവിടെ 200 പ്ലസ് 0 വരും. ഇവിടെ വരുന്നത് 42 പ്ലസ് 6 48 വരും. അപ്പോൾ 200 ഡിവൈഡ് ബൈ 48. ഇവിടെ നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, കിലോമീറ്റർ പെർ അവർ ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ 48/5/18 ചെയ്യാം. 48ന് 5/18 ചെയ്യാം. അതിന് പകരമാണ് ഇവർ 18/5 മൊത്തത്തിൽ ചെയ്യുന്നത്. അതാണ് നമുക്ക് സൗകര്യം, അതാണ് പെട്ടെന്ന് ആൻസർ കിട്ടും, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 20ൽ 5 4 പ്രാവശ്യം, അപ്പോൾ 0 40. ഇനി അപ്പോൾ 40 48 ഡിവൈഡ് ബൈ 18 വരും. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിവിടെ ഇവിടെ മൈനസ് ചെയ്യാൻ വേണ്ടത് 42 മൈനസ് 6 ചെയ്യേണ്ടത്. 42 6 പോകുമ്പോൾ 36. ഞാനിവിടെ നോക്കുമ്പോൾ ആൻസർ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ 18 ഇവിടെ 2 പ്രാവശ്യം, അപ്പോൾ മൊത്തം 20 സെക്കൻഡ്. 40 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ്. 20 സെക്കൻഡാണ് ഒരാളെ മറികടക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ്. അടുത്ത ദിവസം 300 മീറ്റർ നീളമുള്ള ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് 500 മീറ്റർ നീളമുള്ള പാലം കിടന്ന ട്രെയിനിന്റെ വേഗത എത്ര? ട്രെയിനിന്റെ വേഗം ചോദിച്ചത്, വേഗം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു ത്രികോണം വരക്കാം. DTS ആണ്. ഇങ്ങനെ ഒരു ത്രികോണം അറിയാത്തവർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരച്ചിടാം. D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്. ഇപ്പോൾ D കാണണമെങ്കിൽ T ഇൻറ്റു S, ടൈം കാണണമെങ്കിൽ D ഡിവൈഡ് ബൈ S, സ്പീഡ് കാണണമെങ്കിൽ D ഡിവൈഡ് ബൈ T. ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വേഗമാണ്. വേഗം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സ്പീഡിന് നമുക്കറിയാം, സ്പീഡാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. D ഡിവൈഡ് ബൈ T.
ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 300 മീറ്റർ നീളമുള്ള ട്രെയിന് 30 സെക്കൻഡ് ഇപ്പോൾ 500 മീറ്റർ നീളമുള്ള പാലം കടന്ന ട്രെയിൻ. നമുക്കറിയാം പാലം കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിന്റെ വേഗതയും പാലത്തിന്റെ വേഗതയും കൂട്ടണം. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് നമുക്ക് 300 + 500 ആണ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്. അപ്പോൾ ഡി 800 ഡിവൈഡ് ബൈ 30. 800/30 എന്ന് പറഞ്ഞില്ല. 800/30 പറയുമ്പോൾ 80/3. 880/3 ആണ്. ഈ 80/3 നമ്മൾ ട്രെയിനിന്റെ വേഗത എത്ര വെച്ചു? ട്രെയിനിന്റെ വേഗത കണക്കാക്കുമ്പോൾ നമ്മൾ km/h ആണ്. ഇത് നമുക്ക് ഇവിടെ സെക്കൻഡിലാണ്. അപ്പോൾ നമുക്ക് km/h ആക്കണമെങ്കിൽ അതിന് 18/5 കൊണ്ട് ഗുണിക്കണം. km/h ആണെങ്കിൽ 18/5 കൊണ്ട് അതിന് ഗുണിച്ചാൽ നമുക്ക് ഈ കിട്ടുന്ന ആൻസറിന് 18/5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അത് km/h ആയിട്ട് കിട്ടും. ഇത് സെക്കൻഡാണ് കിട്ടുക. അപ്പോൾ നമുക്ക് km/h ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 3ന് കട്ട് ചെയ്യാം. 3 ഇവിടെ 6 പ്രാവശ്യം. അതുപോലെ 5നെയും കട്ട് ചെയ്യാം. 5 ഇവിടെ 5 1 30 6 16 പ്രാവശ്യം. അപ്പോൾ 16 × 6 വരുന്നത് 96 km/h. 96 കിലോമീറ്ററാണ് ആ ട്രെയിനിന്റെ വേഗത. വേറെ ക്വസ്റ്റ്യന് 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗം 25 മീറ്റർ/s എങ്കിൽ 200 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ വേണ്ട സമയം എത്ര? നമ്മൾ നേരത്തെ പഠിച്ച ത്രികോണം തന്നെ നോക്കുക. അതിൽ നമുക്ക് ടൈം എന്ന് പറഞ്ഞപ്പോൾ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞ ടി = നമ്മൾ പറഞ്ഞു ഡി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് = 200 മീറ്റർ നീളമുള്ള പാലം എന്ന് പറഞ്ഞാൽ 300 മീറ്റർ ട്രെയിനിന്റെ വേഗത, 200 മീറ്റർ പാലം. അതുപോലെ സ്പീഡ് = 25 മീറ്റർ/s. അപ്പോൾ 500 ഡിവൈഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 250 10. അപ്പോൾ 20 സെക്കൻഡാണ് ആ പാലം മറികടക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്നുള്ള വീഡിയോ ഡെയിലി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.